Hello, my dear students. Welcome back to Isaac's Physics Classroom. ചാപ്റ്റർ നമ്പർ 6 കഴിഞ്ഞ് നമ്മൾ ഇന്ന് ചാപ്റ്റർ നമ്പർ 7 സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ നമ്പർ 7ലെ എ സി വോൾട്ടേജ് അക്രോസ് എ പ്യുവർ റെസിസ്റ്റർ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എ സി വോൾട്ടേജ് ഇക്വേഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട ആ ഇക്വേഷനാണ് നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് അക്രോസ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന ഇലക്ട്രിക്കൽ കോമ്പണന്റ് എഗനിസ്റ്റ് നമ്മൾ എ സി വോൾട്ടേജ് കണക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന കറണ്ട് എന്താണ്, അതിന്റെ ഫേസർ ഡയഗ്രാം എന്താണ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്, ഇൻസ്റ്റന്റേനിയസ് പവർ, ആവറേജ് പവർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇതേപോലെയാണ് അടുത്ത ടോപ്പിക്സും. നമ്മൾ റെസിസ്റ്റൻസ് ആവും, നെക്സ്റ്റ് ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്. അപ്പോൾ എൽ സി ആർ തന്നെ ആ ടോപ്പിക് നമുക്കിപ്പോൾ ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റൻസിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൽ കറണ്ട് എന്താണ്, പവർ എന്താണ്, ഫേസർ ഡയഗ്രാം എങ്ങനെ വരും, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Alternating current or voltage is the current or voltage which continuously varies in magnitude and periodically reverses direction. An AC source is represented by the symbol in circuit. അപ്പോൾ എ സി എൻ്റെ സിമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഡി സി സോഴ്സുകളെ കുറിച്ചാണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി, അതായത് പൊട്ടൻഷ്യോമീറ്റർ ആണെങ്കിൽ, മീറ്റർ ബ്രിഡ്ജ് ആണെങ്കിൽ, എന്തായാലും നമ്മൾ ബാറ്ററി, ഡി സി ബാറ്ററിയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, എ സിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എ സി സൈൻ വേവിൻ്റെ ചുറ്റും റൗണ്ട്, അതാണ് എ സി എന്ന് പറയുന്ന സിമ്പിൾ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിച്ച് കണ്ടിന്യൂസ്ലി വേരീസ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് പീരിയോഡിക്കലി റിവേഴ്സസ് ഡയറക്ഷൻ എന്ന് പറയാൻ കാരണം, ഒരു സൈൻ വേവ് എടുത്ത് നമുക്കറിയാം, അതിന് ഓരോ പോയിന്റിലും അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ്ലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. പീരിയോഡിക്കൽ റിവേഴ്സസ് എന്ന് പറയാൻ കാരണം ക്രസ്റ്റ് ട്രഫ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ക്രസ്റ്റ് ആയിരിക്കും, പിന്നെ ട്രഫ്, പിന്നെ ക്രസ്റ്റ്, പിന്നെ ട്രഫ്. അതാണ് പീരിയോഡിക്കലി റിവേഴ്സസ് ഡയറക്ഷൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും, പീരിയോഡിക് ആയിട്ട് അതിൻ്റെ ഡയറക്ഷൻസ് റിവേഴ്സ് ചെയ്യും. ഇതാണ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ കറണ്ട് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പറയുന്നത്. കാരണം ക്രസ്റ്റ് ട്രഫ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്തായിരിക്കും, ക്രസ്റ്റ് ആയിരിക്കും, അതേ പെർട്ടിക്കുലർ ടൈമിൽ ട്രഫ് ആയിരിക്കും, വീണ്ടും ക്രസ്റ്റ് വരും, ട്രഫ് വരും. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു സമയത്ത് അപ്വേർഡാണ്, പിന്നെ ഡൗൺവേർഡാണ് ഡയറക്ഷൻ മാറുന്നത്. ഇനി ഓരോ ടൈം, ഈ ടൈം ലൈൻ ആണെങ്കിൽ ഈ ടൈം ലൈനിൽ പോകുന്തോറും അതിന് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഓരോ ടൈം ലൈനിലും വാല്യൂസ് വേറെ വാല്യൂസ് ആണ്. പക്ഷേ ഈ നിശ്ചിത സമയത്ത് മേലേക്കാണ് ഡയറക്ഷൻ, ഈ നിശ്ചിത സമയത്ത് താഴേക്കാണ് ഡയറക്ഷൻ. ഇനി അതേപോലെ അടുത്ത ഈ പീരീഡിലേക്ക് വരുമ്പോൾ, ഈ പീരീഡ് കഴിഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ 2 സെക്കൻഡ് ആണെങ്കിൽ 2 സെക്കൻഡ് ക്രസ്റ്റ്, 2 സെക്കൻഡ് ട്രഫ്, വീണ്ടും 2 സെക്കൻഡ് ക്രസ്റ്റ്, 2 സെക്കൻഡ് ട്രഫ്. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷൻസ് മാറിക്കൊണ്ടിരിക്കുക. എ സി വോൾട്ടേജ് അപ്ലൈ ടു എ റെസിസ്റ്റർ. Figure shows a resistor connected to an alternating voltage source EMF. അപ്പോൾ നമ്മൾ എപ്സിലോൺ എന്ന് എഴുതും, ഇ എം എഫ് എന്ന് വായിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ എ സി സോഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊതുവെ ഇത് വരയ്ക്കുമ്പോൾ കുട്ടികൾക്ക് അറിയാതെ ഡി സി സോഴ്സ് വരച്ചു പോകും, കാരണം ഇതുവരെ നമ്മൾ വരച്ചിരിക്കുന്നത് ഡി സി ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ റെസിസ്റ്റൻസിന് അക്രോസ് എ സി വോൾട്ടേജ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വോൾട്ടേജ് ഓർ ഇ എം എഫ് എപ്സിലോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇ എം എഫ് ആണ് വായിക്കേണ്ടത്. അപ്പോൾ ഇതാണ് എ സി സോഴ്സ്, റെസിസ്റ്റൻസ്, വേറെ ഒരു ഇലക്ട്രിക്കൽ കോമ്പണൻസ് ഇല്ല. അപ്പോൾ കൊടുക്കുന്ന വോൾട്ടേജ് മൊത്തം എന്ത് ചെയ്യും, റെസിസ്റ്റൻസിന് അക്രോസ് ഡ്രോപ്പ് വരും. അപ്പോൾ വോൾട്ടേജ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആദ്യം ഇക്വേഷൻ എഴുതേണ്ടത്. The voltage across the resistors V equal to Vm sin omega t. ഇക്വേഷൻ നമ്പർ 1. ഇത് നമ്മൾ ഓൾറെഡി ഈ വി എം സൈൻ ഒമേഗ ടി എങ്ങനെ വന്നു നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വി എം എന്ന് പറയുന്നത് എൻ ബി എ ഒമേഗയാണ്. വി എം മീൻസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ്. വി എം മീൻസ് പീക്ക് വാല്യൂ എന്നൊക്കെ പറയാം. വി എം എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ് ആണ്. സോ വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്. Where Vm is the amplitude of the AC voltage and omega is the angular frequency. Using Kirchhoff's loop rule, Vm sin omega t is equal to IR. കാരണം നമുക്കറിയാം, കൊടുക്കുന്ന ഇവിടെ റെസിസ്റ്റൻസിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് പറയുന്നത് ഓംസിൽ വി ഈക്വൽ ടു ഐ ആർ ആണ്. അപ്പോൾ കൊടുക്കുന്നത് വി എം സൈൻ ഒമേഗ ടി ആണ്, ഇവിടെ കിട്ടുന്നത് ഐ ആർ ആണ്. വേറെ ഇലക്ട്രിക്കൽ കോമ്പണൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കറിയാം ക്രിച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ കിട്ടിക്കഴിഞ്ഞ് വേറെ ഒരു ഇലക്ട്രിക്കൽ കോമ്പണൻസ് ഇല്ലാത്തതുകൊണ്ട് അതിന് എഗനിസ്റ്റ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ മുഴുവനും എവിടെ വരുന്നത്, ആർ എഗനിസ്റ്റ് ആണ് വരുന്നത്. സോ വി എം സൈൻ ഒമേഗ ടി ഈക്വൽ ടു ഐ ആർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ടത് കറണ്ട് ആണ് കാണേണ്ടത്. അപ്പോൾ വി എം സൈൻ ഒമേഗ ടി ഈക്വൽ ടു ഐ ആർ എന്ന ഇക്വേഷൻ നമുക്ക് കറണ്ട് കാണാം. അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണ്, ആദ്യം കറണ്ട് കാണുന്നു, പിന്നെ ഗ്രാഫ് വരയ്ക്കുന്നു, പിന്നെ ഫേസർ ഡയഗ്രാം ചെയ്യുന്നു, അതിനോടൊപ്പം പവറും കാണുന്നു.
Therefore, the current through the resistor I equal to Vm sin omega t by R. നമുക്കറിയാം V equal to IR ആണ്, I equal to V by R ആണ്. അപ്പോൾ ലാസ്റ്റ് ഇക്വേഷൻ I equal to Vm sin omega t by R. That is equal to Vm by R sin omega t. Vm by R നമുക്ക് Im എന്ന് കൊടുക്കാം. സോ Im sin omega t ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് I കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ V equal to Vm sin omega t നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ്. ആ ഇക്വേഷൻ ക്രിച്ചോഫ്സ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളവിടെ കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു. I equal to Im sin omega t. അപ്പോൾ നമുക്ക് പറയാം Vm by R ആണ് Im എന്ന് പറയുന്നത്. അപ്പോൾ Im എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് ദ വോൾട്ടേജ്. അപ്പോൾ Vm by R ആണ്. അപ്പോൾ Vm എന്ന വോൾട്ടേജ് റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് Im കിട്ടുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി, വോൾട്ടേജിന്റെ പീക്കിനേക്കാളും കറണ്ടിന്റെ പീക്ക് കുറവായിരിക്കും. That is Vm by R ആണ് Im എന്ന് പറയുന്നത്. അപ്പോൾ I equal to Im sin omega t, where Im is equal to the current amplitude that is given by Im is equal to Vm by R. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, കറണ്ട് കണ്ടോ സ്മോൾ ലെറ്റേഴ്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വി എമ്മിനൊക്കെ സ്മോൾ ലെറ്റേഴ്സ്, കാരണം എ സി ആണെന്ന് അറിയാൻ വേണ്ടിയാണ് സ്മോൾ ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പൊതുവേ നമ്മൾ ഇതുവരെയൊക്കെ ഐനൊക്കെ ക്യാപിറ്റലാണ് ഇൻഡിക്കേറ്റ് ചെയ്ത്, അപ്പോൾ ഡി സിയും എ സിയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപിറ്റലും സ്മോളും കൊടുക്കുന്നത്. അപ്പോൾ സ്മോൾ ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ അത് എ സി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കോമ്പണന്റ് ആണ്, അതുകൊണ്ടാണ് ക്യാപിറ്റൽ ആറിന് കൊടുക്കാൻ കാരണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കറണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഈ കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും ഗ്രാഫ് എങ്ങനെയാണ് എന്നാണ് ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ത്രൂ എ പ്യുവർ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം രണ്ടും സൈൻ ആണ്, കാരണം Vm sin omega t Im sin omega t. അപ്പോൾ രണ്ടും സൈൻ ഫംഗ്ഷൻ തന്നെ പോകും. ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടിന്റെയും ആംപ്ലിറ്റ്യൂഡ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. Vm by R ആണ് Im. അപ്പോൾ Imന്റെ ആംപ്ലിറ്റ്യൂഡ് കുറച്ചെന്തായിരിക്കും, കുറവായിരിക്കും. അതാണ് ആ ഗ്രാഫിൽ അങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. Vm അപ്പോൾ ഈ ഒരു വേവ് ട്രെയിൻ ആണ്, അത് പോയിക്കൊണ്ടേയിരിക്കും, അതാണ് അത് വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ ഫേസ് ആയിരിക്കും, കാരണം രണ്ടും സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ 0 ആകുമ്പോൾ Im സീറോ ആവും, Vm സീറോ ആവും. ഇനി അത് പിന്നെ അതുപോലെ തന്നെ 90 ആകുമ്പോൾ മാക്സിമം ആവും, 180 ആകുമ്പോൾ വീണ്ടും 0 ആവും. അപ്പോൾ ഒരേ ഫേസിലാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഒരേപോലെ ആ വേവ് പോകാൻ കാരണം. ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ വേവിന് ചേഞ്ച് ഉണ്ടാവും, പക്ഷെ അവിടെ ഫേസ് ഡിഫറൻസ് ഇല്ല. എന്താ ആകെ ഡിഫറൻസ് ഉള്ളത്, രണ്ടിനെയും ഒരേ ഫേസിൽ പോകുന്നു. ആംപ്ലിറ്റ്യൂഡ് Imന്റെ കുറച്ച് കുറവാണ്. അപ്പോൾ ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അതിൽ Vm-ഉം Im-ഉം മാർക്ക് ചെയ്യണം. താഴെ വേണമെങ്കിൽ നമുക്ക് -Im -Vm വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് when it is applied to a pure resistor. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കറണ്ടും കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. Since the current or voltage is periodically varying, the average value of current or voltage over a complete cycle is 0. However, the average power consumed that is dissipated by Joule's heating is not 0. Since the power is calculated by I square R, I square is always positive or I is positive or negative. നമുക്കറിയാം എ സിന്റെ കേസിൽ അതിൽ ഓരോ വാല്യൂ എടുത്ത് നമ്മൾ ആവറേജ് നോക്കണം, നമുക്ക് 0 കിട്ടുക. കാരണം അല്ലെ ആ ക്രസ്റ്റിന്റെ വാല്യൂസും ട്രഫിന്റെ വാല്യൂയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ട്രഫ് മൊത്തം നെഗറ്റീവ് ആണ്. അപ്പോൾ രണ്ട് വാല്യൂയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാം 0 ആണ്. പക്ഷെ നമുക്കറിയാം ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കോമ്പണന്റ് എഗനിസ്റ്റ് റെസിസ്റ്റൻസിനെ ക്രോസ് നമ്മൾ എ സി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലിന് എഗനിസ്റ്റ് എ സി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന, അവിടെ എന്തല്ല, പവർ 0 അല്ല. നമുക്ക് സൈൻ വേവിന്റെ മൊത്തം വാല്യൂ എടുത്ത് കൂട്ടുകയാണെങ്കിൽ നമുക്ക് 0 കിട്ടുമെങ്കിൽ കൂടി ഈ എ സി കോമ്പണന്റ് ഇലക്ട്രിക്കൽ കോമ്പണന്റ് എഗനിസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എ സി സോഴ്സ് ഇലക്ട്രിക്കൽ കോമ്പണന്റ് എഗനിസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് അവിടെ കിട്ടുന്നുണ്ട്, ഒരു ഹീറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനർത്ഥം എന്താണ്, പവർ 0 അല്ല. അതിന് കാരണം നമുക്കറിയാം പവർ ഈക്വൽ I സ്ക്വയർ ആർ V സ്ക്വയർ ബൈ ആർ IR എന്ന ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ I സ്ക്വയർ ആർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ I പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ കൂടി I സ്ക്വയർ ചെയ്യുമ്പോൾ അത് മുഴുവൻ എന്താവുന്നു, പോസിറ്റീവ് വാല്യൂ ആണ്. അതാണ് ഇവിടെ ഒരു അസംഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു ഇൻസ്റ്റന്റേനിയസ് പവർ, ആവറേജ് പവർ കാണണം. കാരണം നമുക്ക് ഒരു ആവറേജ് പവർ എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ അത് വേണം, നമ്മൾ പവർ എന്ത് ചെയ്യണം, കാണണം. സോ ദ ഇൻസ്റ്റന്റേനിയസ് പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റർ P ഈക്വൽ ടു I സ്ക്വയർ ആർ. I equal to Im sin omega t. നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ് I equal to Im sin omega t. സോ P is equal to I square mr sin square omega t. കാരണം Iക്ക് Im sin omega t കൊടുക്കുമ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ I square m sin square omega t. So P is equal to I square m r sin square omega t. The average power dissipated in one cycle, power average, അതിങ്ങനെ എഴുതാം. പി ബാർന്നോ ആവറേജ് പവർന്നോ എഴുതാം. നമ്മൾ ആദ്യം കണ്ടുപിടി ഇൻസ്റ്റന്റേനിയസ് പവർ ആണ്. ഒരു ഇൻസ്റ്റന്റിൽ ടി ഒരു ടൈം പെർട്ടിക്കുലർ ടൈമിൽ പവർ ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതാണ് I സ്ക്വയർ എം ആർ സൈൻ സ്ക്വയർ ഒമേഗ ടി. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആവറേജ് പവർ ഓഫ് ഒരു സൈക്കിൾ, കംപ്ലീറ്റ് സൈക്കിൾ, ഒരു സൈക്കിളിന്റെ ആവറേജ് പവർ ആണ് കാണുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു
ഇൻസ്റ്റന്റേനിയസ് പവർ ഐ സ്ക്വയർ ആർ. അപ്പോൾ നമ്മൾ ഐ സ്ക്വയർ ആണ് ഇൻസ്റ്റന്റേനിയസ് പവർ, അതിനിപ്പോൾ ആവറേജ് എടുക്കണം. അപ്പോൾ ഐൻ്റെ ഓൾറെഡി നമുക്ക് അറിയാം ഐ എം സ്ക്വയർ ഐ സൈൻ ഒമേഗ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇറ്റ് ബിക്കം ഐ സ്ക്വയർ എം ആർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി. അതിൽ ഐ എം എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ്, റെസിസ്റ്റൻസ്, രണ്ടും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന ഫംഗ്ഷനാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ആവറേജ് എടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഐ സ്ക്വയർ എം ആർ പുറത്തെടുത്തിട്ട് സൈൻ സ്ക്വയർ ഒമേഗ ടി മാത്രം നമുക്ക് ആവറേജ് എടുക്കാൻ കാരണം ഐ സ്ക്വയർ എം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐ എം എന്ന് പറയുന്ന ടേമും ആർ എന്ന് പറയുന്ന ടേം അവിടെ കോൺസ്റ്റന്റ് ആണ്. അവിടെ വേരി ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/2 ആണ്. അത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടാണ് 0 to t സൈൻ സ്ക്വയർ ഒമേഗ ടി അതിന്റെ ഡി ടി ചെയ്താൽ കിട്ടുന്ന ഒരു വാല്യൂ ആണ് 1/2. അത് ആ ഇന്റഗ്രേഷൻ കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഫോർ എ കംപ്ലീറ്റ് സൈക്കിൾ ദ ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ അവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ആവറേജ് പവർ ഈസ് ഈക്വൽ ടു 1/2 ഐ സ്ക്വയർ എം ആർ. അപ്പോൾ ഇതാണ് ആവറേജ് പവർ. ഇത് ആവറേജ് പവർ കിട്ടി, ഇൻസ്റ്റന്റേനിയസ് പവറും കിട്ടി. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് പവർ എന്ന് പറയുന്നത് ഐ സ്ക്വയർ എം ആർ സൈൻ സ്ക്വയർ ഒമേഗ ടി ആൻഡ് ആവറേജ് പവർ മീൻസ് 1/2 ഐ സ്ക്വയർ എം ആർ, ഓർ വി ക്യാൻ സേ ഐ സ്ക്വയർ എം ബൈ 2 ആർ. ഇതാണ്. അപ്പോൾ ഈ ആവറേജ് പവറും ഇൻസ്റ്റന്റേനിയസ് പവറും കഴിഞ്ഞു. നെക്സ്റ്റ്, to express average AC power in the same form as DC power, P equal to I square R. A special value of current is defined and used. It is called root mean square, that is RMS or effective current, and it is denoted by IRMS or I. പൊതുവേ നമ്മൾ എ സി പവറിനെ ഡി സിക്ക് ഇക്വാലൻ്റ് ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഡി സി നമുക്കറിയാം ഐ സ്ക്വയർ ആർ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എ സിക്ക് ഇക്വാലൻ്റ് ആയ ഡി സി കാണുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ് ഈ റൂട്ട് മീൻ സ്ക്വയർ. കാരണം നമുക്കറിയാം ഒരു എ സിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വാല്യൂ വേരി ചെയ്യുന്നുണ്ട്, അതിന് എത്രമാത്രം പോസിറ്റീവ് ഉണ്ട് അത്രമാത്രം നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ മീൻ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും 0 കിട്ടും, കാരണം പോസിറ്റീവ് ഇക്വാലൻ്റ് നെഗറ്റീവ് വാല്യൂ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റൂട്ട് മീൻ സ്ക്വയർ എടുക്കുന്നത്. കാരണം റൂട്ട്സ് മീൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നെഗറ്റീവും പോസിറ്റീവ് ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ നെഗറ്റീവ് വാല്യൂസിന് ആദ്യം സ്ക്വയർ ചെയ്തു, അല്ലെങ്കിൽ എല്ലാ മൊത്തം വാല്യൂസിനും സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് മൊത്തം പോയി കഴിഞ്ഞു. പിന്നെ മീൻ ചെയ്യും, പിന്നെ റൂട്ട് ചെയ്യും. അപ്പോൾ റൂട്ട് ചെയ്താൽ സ്ക്വയർ ചെയ്തതിന്റെ എഫക്റ്റ് പോകും, അപ്പോൾ നമുക്ക് ആക്ച്വൽ മീൻ വാല്യൂ കിട്ടും. ഇതാണ് RMS ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ്സ് ഒക്കെ പോസിറ്റീവ് ആയി പോകും, ദെൻ മീൻ ചെയ്യും, ദെൻ മീൻ എടുത്തതിന് കാര്യം വീണ്ടും റൂട്ട് ചെയ്യും, അപ്പോൾ റൂട്ട് ചെയ്യുമ്പോൾ സ്ക്വയറിന്റെ എഫക്റ്റ് പോകും. അങ്ങനെയാണ് RMS എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡി സിക്ക് ഇക്വാലൻ്റ് എ സി കാണാവുന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കും. ഈ വീഡിയോന്റെ അവസാനം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ആവറേജ് പവർ ഇൻ ടേംസ് ഓഫ് ഡി സി ആണ് കാണാൻ പോകുന്നത്. So I is equal to IRMS is equal to IM by root 2 is equal to 0.707 IM. അതായത് I, that is this DC equivalent of AC. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 10 ആംപിയർ കറണ്ട് എന്ന് പറയുമ്പോൾ ആ 10 ആംപിയർ ആണ് IRMS. പക്ഷെ ആ കറണ്ട് നമുക്ക് വരയ്ക്കുമ്പോൾ അതിന്റെ പീക്ക് വാല്യൂ 10 ആവില്ല. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് ഫോർ എക്സാമ്പിൾ 10 വോൾട്ട് അല്ലെങ്കിൽ 10 ആംപിയർ കറണ്ട് എന്ന് എ സി കറണ്ട് എന്ന് പറയുമ്പോൾ അതിന് 10 ആംപിയർ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്, പീക്കിലല്ല മാർക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ ലാസ്റ്റ് ഒരു വേവ് ഫോം വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. അതിന്റെ പീക്ക് വാല്യൂ എന്താണോ ആ പീക്ക് വാല്യൂവിനെ 1/√2 ചെയ്യുക. അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിന്റെ ആക്ച്വൽ ഡി സി ഇക്വാലന്റ്. ദാറ്റ് മീൻസ് ഒരു എ സി ഉണ്ടെങ്കിൽ ആ എ സിന്റെ പീക്ക് വാല്യൂ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു എ സിന്റെ പീക്ക് വാല്യൂ 10 ആണെന്ന് വിചാരിക്കൂ. ആ 10 എടുത്തു, 10 പിക്ക് ഔട്ട് ചെയ്തിട്ട് 0.707 വരാങ്ങനെ 1/√2 വാല്യൂടെ 0.707. അപ്പോൾ പീക്ക് വാല്യൂവിന് എടുത്തിട്ട് 0.70 മൾട്ടിപ്ലൈ ചെയ്ത് എന്താണോ കിട്ടുന്നത് അതാണ് ആക്ച്വൽ അതിന്റെ ഡി സി ഇക്വാലന്റ്, അല്ലെങ്കിൽ അതാണ് അതിന്റെ കറണ്ട് ഓർ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. IRMS എന്ന് പറയുന്നത് ഇക്വാലന്റ് ഓഫ് ഡി സി ഓർ എഫക്റ്റീവ് എന്താണ് കറണ്ട് ഓർ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് IRMS. IM എന്ന് പറയുന്നത് പീക്ക് വാല്യൂ. അപ്പോൾ ഒരു എ സിന്റെ പീക്ക് വാല്യൂ എന്താണോ അതായിരിക്കില്ല അതിന്റെ ഡി സി ഇക്വാലന്റ്. ആ പീക്ക് വാല്യൂവിന് എടുത്തിട്ട് അതിനെ 70.7 മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ നമുക്ക് പറയാം ആ പീക്ക് വാല്യൂവിന്റെ 70.7% ആയിരിക്കും അതിന്റെ ഈ ഡി സി ഇക്വാലന്റ് എന്ന് പറയുന്നത്. ആൻഡ് RMS വാല്യൂ ഓഫ് വോൾട്ടേജ്, ഇതുപോലെ വോൾട്ടേജ് നമുക്ക് എഴുതാൻ പറ്റും. V equal to VRMS is equal to VM by root 2 is equal to 0.707 VM. അപ്പോൾ തിരിച്ചും പറയാം, നമുക്ക് VRMS is equal to VM by root 2 എന്ന് പറയാം, VM equal to root 2 VRMS എന്നും പറയാം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം പീക്ക് വാല്യൂ എത്രയാണോ ആ പീക്ക് വാല്യൂന്റെ 70.7% ആയിരിക്കും അതിന്റെ ആക്ച്വൽ വോൾട്ടേജ് ഓഫ് ഡി സി എന്ന് പറയുന്നത്, ഡി സി ഇക്വാലന്റ് എന്ന് പറയുന്നത്. So power average is equal to 1/2 I square MR. I square MR നമുക്ക് I square IRMS square R എന്ന് എഴുതാൻ പറ്റും. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം IRMS എന്ന് പറയുന്നത് IM by root 2 ആണ്. അപ്പോൾ I square RMS എന്ന് പറയുമ്പോൾ അത് നമുക്ക് അറിയാം I square M by root 2 root 2 എന്ന് പറയുന്നത് root 2 square എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 1/2 I square M എന്ന് പറയുന്നത് I square RMS R എന്നായി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ RMS by R. നമുക്കറിയാം V equal to IR. സോ I equal to V by R. അപ്പോൾ V by R എന്ന് എഴുതുമ്പോൾ V square by R square വരും. അതിൽ R square ക്യാൻസൽ ചെയ്യുമ്പോൾ V square RMS by R, or we can write
വി ആർ എം എസ് ഐ ആർ എം എസ്. അപ്പോൾ പവർ ഇൻ ടേംസ് ഓഫ് വി ആർ എം എസ് ഐ ആർ എം എസ് എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് സിംപ്ലി വി ക്യാൻ റൈറ്റ് ഐ സ്ക്വയർ ആർ എം എസ് ആർ ഓർ വി സ്ക്വയർ ആർ എം എസ് ആർ. ദിസ് ഇസ് നോൺ ആസ് ആവറേജ് പവർ. അപ്പോൾ ആവറേജ് പവർ കിട്ടിക്കഴിഞ്ഞു, ഇൻസ്റ്റന്റേനിയസ് പവർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. In fact, the I or RMS current is the equivalent DC current that would produce the same average power loss as the alternating current. അപ്പോൾ IRMS ആക്ച്വലി അല്ലെങ്കിൽ RMS എന്ന് പറയുന്നത് ഡി സിക്ക് ഇക്വാലൻ്റ് ആയ വോൾട്ടേജോ അല്ലെങ്കിൽ ഡി സിക്ക് ഇക്വാലൻ്റ് ആയ കറണ്ടിന് നമ്മൾ RMS എന്ന് പറയുന്നത്. Representation of voltage and current in phasor form. A phasor is a vector which rotates about the origin with angular speed omega as shown in figure. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, which rotates in anti-clockwise എന്നുകൂടി അതിൽ ഇതാണ്. It's a phasor is a vector which rotates in anti-clockwise about an origin with an angular velocity omega as shown in figure. അപ്പോൾ ഇതാണ് നമ്മൾ ഫേസർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആ ഫേസർ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലാണ് നമ്മൾ വരച്ചത്. ആ ഫേസർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വിയും ഇത് നോർമലി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, ഈ ഇൻസ്റ്റന്റിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് നേരെ വരച്ചു. അപ്പോൾ ഇതാണ് കറണ്ട്. അപ്പോൾ ദിസ് ഗീവ്സ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് ആൻഡ് ദിസ് ഗീവ്സ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ്. അപ്പോൾ ഇതാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഇനി ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ പീക്ക് വാല്യൂ ആണ്. ഈ ലെങ്ത് ആണ് ഇതിന്റെ പീക്ക് വാല്യൂ. ഇതിന്റെ ഈ പ്രൊജക്ഷൻ ആണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ട്. അപ്പോൾ ഈ ഇൻസ്റ്റന്റിൽ ഇതാണ് ഇത്രയാണ് കറണ്ട്. അപ്പോൾ ഇത് കിട്ടും നമുക്ക്. ഈ ഇൻസ്റ്റന്റിൽ ഇത്രയാണ് വോൾട്ടേജ്. അപ്പോൾ ഈ ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇത് വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്, കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അതിന്റെ പ്രൊജക്ഷൻ തരുന്നത് ഇൻസ്റ്റന്റേനിയസ്. അപ്പോൾ ഐ എം സൈൻ ഒമേഗ ടി, വി എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ T1 എന്ന ഇൻസ്റ്റന്റിലെ കറണ്ടും വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇത് മുകളിലേക്ക് പോകുന്തോറും ഇതിങ്ങനെ പൊങ്ങും. ഇതിങ്ങനെ ഇവിടെ എത്തുന്നതോറും ഇത് കറക്റ്റ് ഈക്വൽ ആവും. പിന്നെ ഇത് താഴേക്ക് വരുന്നതോറും ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ട്, അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി ഇതിങ്ങനെ കറങ്ങി വരുമ്പോൾ ഇത് ഇവിടെ നിന്ന് മേലെ പോയി തിരിച്ച് താഴെ വരും, വീണ്ടും എന്താണ് താഴേക്ക് ഇങ്ങനെ പോകും. കാരണം ഇത് താഴേക്കാകുമ്പോൾ താഴേക്ക് പോകും. അപ്പോൾ ഇത് ഈ ഫേസർ എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ഇൻസ്റ്റന്റിൽ എന്തൊക്കെയാണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ട്, എന്താണ് എനിക്ക് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫേസർ നോക്കിയിട്ട് എന്താണ് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്, എന്താണ് പീക്ക് വാല്യൂ ഓഫ് കറണ്ട്, അതുപോലെ തന്നെ ഫേസും പറയാൻ പറ്റും. അതായത് രണ്ടും ഒമേഗ ടി ആണ്. നേരെ മറിച്ച് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ രണ്ടും വ്യത്യസ്തമായിട്ടാണ് നിൽക്കുക. അത് രണ്ടും ഒരേപോലെ നിൽക്കാൻ കാരണം രണ്ടും സെയിം ഫേസ് ആണ്. അപ്പോൾ ഐക്കും വിക്കും ഒമേഗ T1, ഒമേഗ T2 രണ്ടും ഒമേഗ T2, ഒമേഗ T3 ആണ് ഒമേഗ T3. അപ്പോൾ അതാണ് രണ്ടും ഒരു ഒപ്പം മൂവ് ചെയ്യാൻ കാരണം. അപ്പോൾ ഫേസർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് വെക്ടർ ആണ്. അപ്പോൾ ഈ ഫേസർ എന്ന് പറയുന്നത് ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആന്റി ക്ലോക്ക് വൈസിൽ. അപ്പോൾ ഏത് ഇൻസ്റ്റന്റിലാണോ കാണുന്നത് ആ ഇൻസ്റ്റന്റിൽ എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ പീക്ക് വാല്യൂ എന്താണ്, ആ പെർട്ടിക്കുലർ വോൾട്ടേജ് എന്താണ്, രണ്ട് തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫേസർ ഡയഗ്രാം. അപ്പോൾ ഫേസർ ഡയഗ്രാംസ് അപ്പോൾ ഇതാണ് അതിന്റെ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഫേസർ ഡയഗ്രാം. നമ്മൾ ആ ഗ്രാഫ് വെച്ച് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രാഫിന്റെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദിസ് ഇസ് നോൺ ആസ് ഫേസർ ഡയഗ്രാം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ 0 ആണെങ്കിൽ ഈ 0 പോയിന്റിലാണെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും. ഇനി ഈ പീക്ക് ഇവിടെയാണെങ്കിൽ അത് ഇവിടെ എത്തും. ഇനി ഇത് ഇവിടെയാണെങ്കിൽ അത് ഇവിടെ എത്തും. ഇനി ഇത് ഇവിടെയാണെങ്കിൽ തിരിച്ചെത്തും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയി ഇവിടെ എത്തുന്ന ഈ സമയത്ത് ഇത് ഇങ്ങനെ തിരിഞ്ഞെത്ത് എന്ത് ചെയ്യും, ഇവിടെ എത്തും. അതിങ്ങനെ അപ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ വേവ് ഫോം ഇങ്ങനെ വേവ് ട്രെയിൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരും ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഓഫ് കറണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കറണ്ട് എന്താണ്, അതിൻ്റെ വോൾട്ടേജ് എന്താണ്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എന്താണ്, ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്താണ്, രണ്ട് തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഈ രണ്ട് ഇതും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാവും. ഇത് രണ്ടും ഒരേ 0 ഡിഗ്രിയാണ്. അതായത് ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ്. ഇത് രണ്ടും 0 ആണ്, ഇത് രണ്ടും മാക്സിമം ആണ്, ഇത് രണ്ടും എഗെയിൻ 0 നെഗറ്റീവ് മാക്സിമം. അങ്ങനെ ആയി അപ്പോൾ ഒരേപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് ആരോസും ഒരേ ഡയറക്ഷൻ എന്ത് ചെയ്യാൻ കാരണം, വരയ്ക്കാൻ കാരണം. സോ ദിസ് ഇസ് ദ ഫേസർ ഡയഗ്രാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന RMSനെ കുറിച്ചാണ് പറയാനുള്ളത്. അത് ഫോർ എക്സാമ്പിൾ ഇത് എത്ര വോൾട്ടേജ് AC ആണ്. അപ്പോൾ ഇതിന്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 325 ആണ്. ഇതിന്റെ പീക്ക് വാല്യൂ 325 ആണ്. പക്ഷെ നമുക്ക് ഈ 325 പീക്ക് വാല്യൂ ഉള്ള ഈ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് 230 വോൾട്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം പീക്ക് വാല്യൂ 325 ആണ്. അതിന്റെ മാക്സിമം പീക്ക് എന്ന് പറയുന്നത് 325 ആണ് പീക്ക് വാല്യൂ. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് 250 വോൾട്ട് AC എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. V = VRMS = VM/√2 = 0.707 VM എന്നാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്. അതായത് ഇവിടെ പറയുമ്പോൾ 230 ആണ് VRMS, 325 ആണ് VM. VM എന്ന് പറയുന്നത് പീക്ക് വാല്യൂ. അപ്പോൾ VRMS പറയുന്നത് ഈ AC 230 വോൾട്ട് DC തുല്യമാണ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇതാണ് 230 വോൾട്ട് AC എന്ന് പറയാൻ കാരണം. അപ്പോൾ VRMS ആണ് 230, VM എന്ന് പറയുന്നത് 325. അപ്പോൾ 325 പീക്ക് വാല്യൂ ഉള്ള AC വരച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് 230 വോൾട്ട് AC എന്നാ പറയാം. അപ്പോൾ അത് കാണുന്ന ഇക്വേഷൻ ആണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്.
VRMS is equal to VM by root 2 is equal to 0.707. അത് ഓൾറെഡി പറഞ്ഞു 1 by റൂട്ടിന്റെ വാല്യൂ ആണ് 0.707. അപ്പോൾ വി എം എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ആണ്. അപ്പോൾ വി എം ആണ് 325. അപ്പോൾ വി ഈക്വൽ ടു വി ആർ എം എസ് ഇസ് ഈക്വൽ ടു 325 ബൈ റൂട്ട് 2, ദാറ്റ് ഇസ് 325 ബൈ റൂട്ട് 2. 325 എന്ന് പറയുന്നത് വി എം ആണ്. അപ്പോൾ വി എം ബൈ റൂട്ട്, അപ്പോൾ വി എം ബൈ റൂട്ട് നമുക്കറിയാം 1 ബൈ റൂട്ട് 707 ഇൻറ്റു 325, ഇറ്റ് ബിക്കം 230 വോൾട്ട്. ഇങ്ങനെയാണ് 230 വോൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന 230 വോൾട്ട് എസിന്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 325 വോൾട്ട് ആണ്. അതുകൊണ്ടാണ് 230 വോൾട്ട് എ സിയും 230 വോൾട്ട് ഡി സിയും ഏതാണ് നമുക്ക് ഡേഞ്ചറസ് എന്ന് ചോദിച്ചാൽ 230 വോൾട്ട് എ സിയാണ് ഡേഞ്ചറസ്, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ മോർ ദാൻ ദാറ്റ് ഓഫ് 230 വോൾട്ട് കോമ്പണന്റ്. അപ്പോൾ 230-നേക്കാളുള്ള അതിൻ്റെ എന്താണ് വോൾട്ടേജ് 325 എന്ന ഇലക്ട്രിക്കൽ കോമ്പണന്റ് വോൾട്ടേജ് അതിൽ കയറി വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. ഇത് നോർമലി ഈ ചാപ്റ്ററിൽ മാത്രമല്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു പീക്ക് വാല്യൂ 10 വോൾട്ടിൽ എ സി വരച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അത് 7.07 വോൾട്ട് എ സി ആവുന്നുള്ളൂ. കാരണം വി ആർ എം എസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് 0.707 ഇൻറ്റു വി എം. കാരണം വി എം എന്ന് പറഞ്ഞാൽ 10, അപ്പോൾ 10 ഇൻറ്റു 0.707 മീൻസ് 7.07 വോൾട്ട്. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാം, വീഡിയോസ് ഞാൻ വേറെ ചെയ്തു തരാം. ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഫീൽ ഫ്രീ ആസ്ക് ടു കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.